ഈ പത്രവാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു പഴഞ്ചൊല്ലുണ്ട്. തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും. വാർത്ത ഇതാണ്: തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്ക് സഭയുടെ ഷോക്ക്. സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനമുള്ളത് LDFിനും വിഷമമുണ്ടാക്കുന്നതാണ്. അങ്ങനെ LDFിനെയും BJPയെയും ക്രൈസ്തവ പക്ഷത്തുനിന്നുള്ള ക്രൈസ്തവർ പ്രതിക്കൂട്ടിൽ നിർത്തി എന്നുള്ള വാർത്തയാണ് മാതൃഭൂമി പുറത്തുവിട്ടിരിക്കുന്നത്. അനേക ക്രൈസ്തവരും ഇത്തരം ഉത്കണ്ഠകൾ പങ്കുവെക്കുകയുണ്ടായി. അതായത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് ഈ നാളുകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സഭാപിതാക്കന്മാരുയർത്തുന്ന, വൈദികരുയർത്തുന്ന, സഭയ്ക്കൾക്ക് അകത്തും പുറത്തുമുള്ള സംഘടനകളും സംഘടനാ നേതാക്കളും ഉയർത്തുന്ന പ്രതിഷേധ സ്വരങ്ങൾ ആര് മുതലെടുക്കുമെന്ന് വേണ്ടത്ര കണക്കുകൂട്ടലുകൾ നടത്താതെയുള്ള പ്രതിഷേധ സ്വരങ്ങളാണ് ഉയരുന്നത് എന്ന ആരോപണം അനേകർ പങ്കുവെക്കുകയുണ്ടായി, വിഷമം പങ്കുവെക്കുകയുണ്ടായി. കൈ നനയാതെ മീൻ പിടിക്കാനുള്ള അവസരം UDFിനും LDFിനും കേരളത്തിൽ ക്രിസ്ത്യാനികൾ തന്നെ ഒരുക്കിക്കൊടുക്കുകയാണ് എന്നുള്ള ആരോപണം. വടക്കേന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും രണ്ടായി കാണുന്നില്ല എങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇത് ആത്മഹത്യാപരമായിരിക്കുമെന്നുള്ളതും നഗ്നസത്യമാണ്. അപ്പം കൃത്യമായി കണക്കൂട്ടൽ നടത്താതെ ക്രിസ്ത്യൻ പീഡനം മണിപ്പൂർ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുക്കും? കേരള കോൺഗ്രസ് ഏറ്റെടുക്കുമോ? കോൺഗ്രസ് ഏറ്റെടുക്കുമോ? CPM ഏറ്റെടുക്കുമോ? ആരേറ്റെടുക്കുമെന്നറിയാതെ അന്തരീക്ഷത്തിലേക്ക് ക്രിസ്ത്യൻ പീഡനം മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിവിടുന്നതായ പ്രതിഷേധ സ്വരങ്ങൾ ആരോട്ടാക്കി മാറ്റുമെന്ന് ചിന്തിക്കുവാനുള്ളതായ ദീർഘവീക്ഷണം ഉണ്ടാകേണ്ടതല്ലേ? സമയം പോയിട്ടില്ല. ഇനിയെങ്കിലും സൃഷ്ടിക്കപ്പെട്ട പൊതുബോധത്തെ തിരിച്ചുവിടേണ്ട, എങ്ങോട്ട് വേണം ആ പൊതുബോധം പോകുവാനെന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള കടമ സഭയ്ക്ക് അകത്തും പുറത്തുമുള്ള സംഘടനകൾക്കും സംഘടനാ നേതാക്കൾക്കുമുണ്ട്. ഒന്ന്. രണ്ടാമത്, ഇവിടെ പ്രതിപക്ഷം അവരുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷങ്ങളുടെ നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നെങ്കിൽ ഇത്തരമൊരു വാർത്ത വരികയില്ലായിരുന്നു. ഇത്തരമൊരു വാർത്ത വരുന്നത് വഴി എന്തു പറ്റുമെന്നറിയാമോ? രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ സ്വാഭാവികമായും വലതുപക്ഷ തീവ്രവാദികൾ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗീയതയാണ്. അതിന് വെള്ളവും വളവും അറിയാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇവിടുത്തെ നമ്മൾ മറന്നുപോകുന്ന പല കാര്യങ്ങളുമുണ്ട്. ഹൈന്ദവർ ബൈ നേച്ചർ വർഗീയവാദികളല്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? LDFും UDFും നടത്തുന്ന സംഘടിത ന്യൂനപക്ഷ പ്രീണനം, അവർക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടി മതസമുദായ പ്രീണനം LDFും UDFും നടത്തി ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങളിലേക്ക് എത്തിയപ്പോൾ ഈ അവസാന നാളുകളിൽ മാത്രമാണ് BJP കടന്നു വന്നത്. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ വർഗീയവാദികളല്ല. അവരെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ചിന്തിപ്പിച്ചതിൻ്റെ പിന്നിലെ ഒന്നാം പ്രതിസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയും VD സതീശനും അടങ്ങുന്ന ശശി തരൂരും സുധാകർജിയും ഒന്നുമല്ല. മാത്യു കുഴൽനാടനെ പോലെയുള്ളവരല്ല, പ്രിയങ്കയെ പോലെയുള്ളവരല്ല. കൃത്യമായി രാഹുൽ ഗാന്ധിയും ചിദംബരവും സതീശനെ പോലെയുള്ള കോൺഗ്രസ്സുകാരും CPMൻ്റെ സകല നേതാക്കളുമാണ് BJP എന്ന പ്രസ്ഥാനത്തെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ നേരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് ധാർമ്മിക അടിത്തറയില്ല. കാരണം എന്താണെന്നറിയാമോ? മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാ. അങ്ങനെയെങ്കിൽ BJP മതേതര പാർട്ടിയല്ലേ? തുറവിയോടെ ചിന്തിക്കുന്ന, ക്രൈസ്തവ ലോകത്തിന് പുറത്തു നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി നോക്കുമ്പോൾ അങ്ങനെയല്ലേ കാണാൻ പറ്റുകയുള്ളൂ? അപ്പോൾ സ്വാഭാവികമായും BJP ഇവിടെ പ്രീണനം നടത്തുന്നുണ്ടെങ്കിൽ LDFും UDFും പ്രീണനം നിർത്താത്തിടത്തോളം കാലം, മറ്റൊന്ന് ഇന്ത്യ പോലെയുള്ള വലിയൊരു ജനാധിപത്യ രാഷ്ട്രത്ത് വെറും 3% മാത്രം വരുന്നവർ പീഡനങ്ങൾക്ക് മതപരമോ സാമുദായികമായ കളർ കൊടുക്കുന്നത് ആത്മഹത്യാപരമാണ്, ആലോചനക്കുറവാണ്, അപകടമാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷം 100 നേതാക്കൾ 150 ഫ്രാക്ഷനുകളും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൃത്യമായി കേരള കോൺഗ്രസ് ഏറ്റെടുക്കുമോ? ഇത് കേരള കോൺഗ്രസ് ഏറ്റെടുക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ 3% താഴെ നിൽക്കുന്നവർ പീഡനത്തിന് സാമുദായികമായോ രാഷ്ട്രീയമായോ കളർ ചാർത്താൻ ശ്രമിച്ചാൽ അറിയാതെയാണെങ്കിലും അത് അപകടകരം തന്നെയാണ്. പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക? എന്താ ചെയ്യാൻ സാധിക്കുക എന്ന് ഈ നേതാക്കളാകാൻ വന്നവരും സഭകൾക്കകത്തും പുറത്തുമുള്ള സംഘടനകളും വേണം പറയുവാൻ. വെറുതെ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് മാത്രവുമല്ല, പ്രതിയോഗികൾ കൈനണയാതെ മീൻ പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അഭിമന്യ പിതാക്കന്മാർ, വൈദികർ, സഭാ നേതൃത്വങ്ങൾ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ ചൂടും ചൂരുമുണ്ടല്ലോ, ഈ പൊതുബോധമുണ്ടല്ലോ, ഇതിനെ മുതലാക്കാൻ പറ്റിയ അൽമായ നേതാക്കൾ ഉയർന്നു വരണം. വേണ്ടി വന്നാൽ ഒരു പിതാവ് പറഞ്ഞതുപോലെ മത്സരിക്കാൻ തയ്യാറാകണം. അത് ഏത് പാർട്ടി പിന്തുണ നൽകിയാലും
ആ പിന്തുണ സ്വീകരിക്കാൻ പറ്റിയ സ്വതന്ത്രരായി മത്സരിക്കണം. അങ്ങനെ തങ്ങളുടെ ശക്തമായി പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ള ആ ഒരു സൂചന ഇവിടുത്തെ BJPക്കും LDFനും UDFനും കേരളത്തിൽ കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനമുണ്ടാവുകയുള്ളൂ. കുടിയേറ്റ ജനതയുടെ, കർഷകരുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന നേതാക്കളെ ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കും. അത് 1-2 സീറ്റെങ്കിൽ 2 സീറ്റ്. അങ്ങനെ കൃത്യമായി രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ഏത് മുന്നണിക്കും ഞങ്ങളെ പിന്തുണയ്ക്കാം, ഞങ്ങൾ മത്സരിക്കാൻ ആളെ നിർത്തുമെന്ന് പറയുവാനുള്ള ആർജവത്വം കാണിച്ചാൽ മാത്രമേ ഉയർത്തപ്പെടുന്ന പൊതുബോധം ആരെങ്കിലും മുതലെടുക്കാതിരിക്കുകയുള്ളൂവെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. ഇനി ക്രിസ്ത്യൻ പീഡനം എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരോട് 2 വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്ത്യൻ പീഡനം എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ക്രിസ്തീയ പ്രതികരണം ഉണ്ടാകണം. അത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയുമാണ് ഒന്ന്. രണ്ടാമത്, ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷമായിരിക്കുന്നവർ ക്രിസ്ത്യൻ പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ വിലപിക്കുന്നതിനേക്കാൾ നല്ലത് കോടതി ബഹുമാനിക്കുന്ന വക്കീലുമാരുടെ ഒരു പാനലുണ്ടാക്കി ഇത് ഭരണഘടനാ ലംഘനമാണെന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും കോടതികളിൽ മണിക്കൂറിൽ ലക്ഷങ്ങൾ വെക്കുന്ന വക്കീലിനെ വെച്ച് വാദിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഈ കഴിഞ്ഞയാഴ്ച 2 കേസുകൾക്ക് BJP കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിടേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ ഈ വിഷയങ്ങൾ കൃത്യമായി വിഷ്വൽസ് ഉള്ളതാണല്ലോ പലതും. അകാരണമായി നടക്കുന്ന അറസ്റ്റുകളെയും പീഡനങ്ങളെയും സുപ്രീം കോടതിയുടെ മുൻപിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വക്കീലിനെ വെച്ച് നമുക്ക് എത്തിക്കാൻ പറ്റണം. അപ്പോൾ ഇത് ലീഗലായി നമുക്ക് നേരിടാൻ പറ്റണം. ഭരണഘടനാ ലംഘനമാണ്, ലീഗലായി നേരിടാൻ പറ്റണം. അതോടൊപ്പമാണ് ഈ പറയുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിക്കാൻ സാധിക്കണം. ഇത് ചെയ്യാതെ രാഷ്ട്രീയമായി ഇതിനെ നേരിടാൻ നോക്കിയാൽ, സാമുദായികമായി ഇതിനെ ഉയർത്താൻ നോക്കിയാൽ അതിനുള്ളതായ തയ്യാറെടുപ്പും ശേഷിയും ഉണ്ടാകണം. സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും. 20,000 ഭടന്മാരുമായി യുദ്ധത്തിന് വരുന്ന രാജാവിനെതിരെ 10,000 പേരുമായി യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആലോചിക്കണമെന്നുള്ള ബൈബിളിൻ്റെ ഉപദേശമുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ പദ്ധതി തയ്യാറാക്കി പ്രവർത്തിക്കാതെ ശൂന്യതയിലേക്ക് നിറയൊഴിച്ചാൽ, വെറുതെ പൊതുബോധം സൃഷ്ടിച്ചാൽ അത് മുതലെടുക്കുകയും വീണ്ടും കൂടുതൽ പീഡനങ്ങൾക്കും വിഭാഗീയതയ്ക്കും കാരണമാകുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉയർത്തപ്പെടുന്ന അധ്വാനങ്ങളും വിയർപ്പും നഷ്ടപ്പെട്ടു പോകാതെ, മറ്റുള്ളവർ മുതലെടുക്കാതെ വേണ്ട രീതിയിൽ തിരിച്ചുവിടുവാനുള്ളതായ കഴിവ്, അതോടൊപ്പം തന്നെ നേതാക്കന്മാർ, ഈ പറയുന്ന വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, പിതാക്കന്മാരും വൈദികരും അടങ്ങുന്ന സഭാ നേതാക്കൾ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ ചൂടും ചൂരുമുണ്ടല്ലോ, ഉയർത്തിവിട്ടിരിക്കുന്ന ഈ പ്രതിഷേധ സ്വരമുണ്ടല്ലോ, അവർ ഉയർത്തി തന്നിരിക്കുന്ന ഈ പൊതുബോധമുണ്ടല്ലോ, ഇതിനെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ആത്മായ നേതാക്കൾ ഉണ്ടായാൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്ത്യൻ പീഡനം എന്ന് പറയുമ്പോൾ വചനം കൃത്യമായി പറയുന്നുണ്ടല്ലോ, ക്രിസ്ത്യാനി എന്ന രീതിയിലാണ് നീ പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ അതിൽ അഭിമാനിക്കുവൻ. ക്രിസ്ത്യൻ പീഡനങ്ങളുടെ നാളുകളിലെല്ലാം ശക്തമായ ഉപവാസവും പ്രാർത്ഥനയുമാണ് തിരുവചനത്തിൽ കാണുന്നത്. നമ്മൾ എത്ര ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിച്ചു. വെറുതെ ചാണകം സംഘി എന്ന് വിളിക്കുന്നവർ പോലും അവരുടെ വീഡിയോകൾ പോലും ക്രൈസ്തവർ എന്ന് അവകാശപ്പെടുന്നവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് ലജ്ജാകരമാണ്. ആ വിഷയത്തിൽ തന്നെ പ്രതികരിക്കണമെന്ന് കരുതുന്നുണ്ട്. വളരെ മോശമാണ്. പ്രതിയോഗികളെ ചാണകം സംഘി എന്ന്, പൂർണ്ണസമയ ശുശ്രൂഷകനെന്ന് അവകാശപ്പെടുന്നവർ പോലും ചാണകം സംഘി സംഘപരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. അപകടകരമാണ്. ക്രിസ്തീയമല്ലിത്. നമ്മുടെ പ്രതികരണങ്ങൾ ക്രിസ്തീയമായിരിക്കണം. പീഡനങ്ങളോടുള്ള പ്രതികരണം കൃത്യമായി ഉണ്ടാകണം. അതിൽ ക്രിസ്തീയതയുണ്ടാകണം. അതിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതികരിക്കാൻ പറ്റണം. നിയമം കയ്യിലെടുത്തവരെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ ക്രിസ്തീയമായ രീതിയിൽ പ്രതികരിക്കുകയും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ കഴിവുള്ള ആത്മായ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്താലല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്.